എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 6ാമത്തെ യൂണിറ്റ് നിർമ്മലമായ പ്രകൃതിക്കായി. ഈ യൂണിറ്റിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നോക്കി പോവാം. മരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ: മണ്ണ്, വായു, ജലം. അപ്പം മണ്ണും വായുവും ജലവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മരത്തിന് എന്ത് ചെയ്യാൻ പറ്റൂ? നിലനിൽക്കാൻ പറ്റൂ. മരത്തിന് ആവശ്യമായ ഘടകങ്ങൾ, നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് മണ്ണ്, വായു, ജലം തുടങ്ങിയ കാര്യങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ട് ഓർത്തിരിക്കുക. മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാനുള്ള കാരണങ്ങൾ ജലലഭ്യതയും ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസവുമൊക്കെയാണ്. മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജലലഭ്യതയും ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസവുമൊക്കെയാണ്. ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ജൈവാംശത്തിന്റെ അളവിലെ വ്യത്യാസം കൂടി വരുന്നുണ്ട്. അപ്പോൾ മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ജലലഭ്യതയാണ്, രണ്ടാമത്തത് ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസമാണ്, 3 ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, 4 ജൈവാംശത്തിന്റെ അളവിലെ വ്യത്യാസം എന്നിവയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഓക്സിജനാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഓക്സിജൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഓക്സിജനാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ജൈവാംശം കൂടുതലുള്ള മണ്ണാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ജൈവാംശം കൂടുതലുള്ള മണ്ണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം 6.5 to 7.5. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം 6.5 to 7.5. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഡയേറിയ, കോളറ, ഡിസെൻട്രി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നിവയാണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഡയേറിയ, കോളറ, ഡിസെൻട്രി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നിവയാണ്. ഡയേറിയ എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഈകോളി ബാക്ടീരിയ ആണ്. ഡയേറിയ എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഈകോളി ബാക്ടീരിയ. പരമ്പരാഗതമായി ജലശുദ്ധീകരണം നടത്തുന്ന മുച്ചട്ടി അരിപ്പയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ശരിയായ ക്രമം ചരൽ, മണൽ, കരി എന്നാണ്. പരമ്പരാഗതമായി ജലശുദ്ധീകരണം നടത്തുന്ന മുച്ചട്ടി അരിപ്പയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ശരിയായ ക്രമം ചരൽ, മണൽ, കരി എന്നിവയാണ്. വീടുകളിലെ വാട്ടർ പ്യൂരിഫയറിൽ ജലശുദ്ധീകരണത്തിനായി ക്ലോറിനു പകരം ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികളാണ്. വീടുകളിലെ വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായി ക്ലോറിനു പകരം ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികളാണ്. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ്. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. അന്തരീക്ഷവായുവിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് PSC നിരന്തരം ചോദിക്കുന്നതാണ്. നൈട്രജൻ 78%, ഓക്സിജൻ 20.9%, കാർബൺ ഡയോക്സൈഡ് 0.03%. അന്തരീക്ഷവായുവിലെ ഘടകങ്ങൾ നൈട്രജൻ 78%, ഓക്സിജൻ 20.9%, കാർബൺ ഡയോക്സൈഡ് 0.03%. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് മറ്റൊരു ദിവസം വരുന്നതാണ്. നിങ്ങൾക്ക് ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്തും കമന്റ് ബോക്സിലൂടെയും അറിയിക്കുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ സബ്സ്ക്രിപ്ഷനുകളും അതേപോലെ തന്നെ വ്യൂസും ലൈക്കുകളുടെ എണ്ണമൊക്കെ കൂടുമ്പോൾ കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ള ഒരാവേശം നമുക്കുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ അത്തരത്തിലൊരു മോട്ടിവേഷൻ കൂടി എനിക്ക് നൽകുക.
അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ ഹാവ് എ ഗുഡ് ഡേ, ഗുഡ് ബൈ.